തറാവീഹ് ഭംഗിയായ രൂപത്തിൽ നിർവഹിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നിസ്കാരത്തിൽ തന്നെ ഒരു ഖത്ം ഓതാൻ കഴിയില്ലെങ്കിൽ കേൾക്കാനെങ്കിലും കഴിയണമല്ലോ. എന്നാൽ അത് വലിയൊരു ഭാഗ്യമാണ്. ഹറമിൽ താമസിക്കുന്ന എത്ര ആളുകളാ കൊല്ലങ്ങളായിട്ട് നിസ്കാരം ഖത്മായിട്ട് അവർ കേൾക്കുന്നത്. നമ്മളൊരു താല്പര്യമാണത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ നാട്ടിൽ അതിന് അവസരമുണ്ടായാൽ നിസ്കാരം കുറച്ച് നീണ്ടുപോയി എന്ന് ചിന്തിക്കരുത്. റമദാനിലാണ്. സ്വഹാബത്ത് നിസ്കരിച്ച അത്ര ദൈർഘ്യം നമ്മളെ നിസ്കാരത്തിനില്ല. താബീങ്ങൾ നിസ്കരിച്ച അത്ര ദൈർഘ്യം നമ്മളെ നിസ്കാരത്തിനില്ല. ചില ഹദീസിൽ കാണാം, അത്തായത്തിന്റെ നേരം വരെ, ഭക്ഷണം കഴിക്കാനുള്ള നേരം ഒഴിവാകുന്ന സമയം വരെ പള്ളിയിൽ നിസ്കാരം നടന്നിട്ടുണ്ട്. അത്തായത്തിന് ഭക്ഷണം കഴിക്കാനുള്ള നേരത്ത് പള്ളിയിൽ നിന്ന് അവർ പോയിട്ടുണ്ട്. ഭക്ഷണം കഴിച്ച് വീണ്ടും ഒരു 10-20 മിനിറ്റ് ബാക്കിയുണ്ടാകും. ജമാഅത്തിന് സുബൈക്ക് വേണ്ടി പള്ളിയിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇശായിന് തുടങ്ങിയ നിസ്കാരം അത്തായത്തിന്റെ സമയം വരെ നീണ്ടു എന്ന് പറഞ്ഞാൽ മണിക്കൂർ എത്രയുണ്ട്? നമ്മളെ പള്ളിയിൽ അത്രയൊന്നുമില്ല, ചുരുങ്ങിയ സമയമാണ്. എന്നാലും അല്ലാഹുവിന്റെ ഖുർആൻ കേട്ടുകൊണ്ട് ഖത്മു തീർക്കുന്ന മാസമാണ് റമളാൻ. ആരെ ഖുർആനാണ് വിധങ്ങൾ കേട്ടത്? ജിബ്രീൽ അലൈഹിസ്സലാം ഓതിക്കൊടുത്തു. മുഴുവനായും ഖുർആൻ ഇറങ്ങിയപ്പോൾ മുഴുവനായും ഓതിക്കൊടുത്തു, മുഴുവനായും കേട്ടു. കേട്ട് ഖത്മു തീർത്തതും റമളാനിലാണ്. ഓതിക്കൊടുത്ത് ഖത്മു തീർത്തതും റമളാനിലാണ്. പഠനം നന്നായി നടത്തിയതും റമളാനിലാണ്.